ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓരോ CT100ഉം വിപണിയിൽ വിറ്റുപോകുന്നത് നഷ്ടത്തിൽ. പക്ഷേ ബജാജ് കാര്യമാക്കുന്നില്ല. കാരണം ഇതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എൻട്രി ലെവൽ കമ്പ്യൂട്ടർ ബൈക്ക് ശ്രേണിയിൽ കാര്യങ്ങൾ ശാന്തമായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ CT100ന്റെ വില 3500 രൂപയോളം കുറയ്ക്കാൻ ബജാജ് തീരുമാനിച്ചു. നിലവിൽ 30,714 രൂപയാണ് ബൈക്കിന്റെ എക്സ്-ഷോറൂം വില. പറഞ്ഞു വരുമ്പോൾ TVS XL100 മോഡലിനേക്കാളും വിലക്കുറവ്. TVS XL100ന് വില 32,909 രൂപ. എൻട്രി ലെവൽ ബൈക്ക് ശ്രേണിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനായിരുന്നു CT100ന്റെ വില ബജാജ് കുറച്ചത്. വില കുറച്ചത് ബജാജിന് നേട്ടമായി. എൻട്രി ലെവൽ ശ്രേണിയിൽ CT100 വിൽപ്പന തരക്കേടില്ലാതെ മുന്നേറുന്നു. പക്ഷേ വിപണിയിൽ വിറ്റുപോകുന്ന ഓരോ CT100 ബൈക്കിലും ബജാജ് ചെറിയ നഷ്ടം നേരിടുകയാണ്. ബൈക്കിന് വില കുറച്ചത് തന്നെ കാരണം. എന്നാൽ ഈ നഷ്ടം മുഖവിലയ്ക്ക് എടുക്കേണ്ട എന്നാണ് കമ്പനിയുടെ നിലപാട്. നിലവിൽ ഓരോ മാസവും CT100ലൂടെ മാത്രം എൻട്രി ലെവൽ ശ്രേണിയിൽ കൂടുതൽ ഉപഭോക്താക്കളെ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. CT100ന്റെ മോശമല്ലാത്ത വിപണിയിൽ ഡീലർമാരും സന്തുഷ്ടരാണ്. സർവീസ് കേന്ദ്രങ്ങളാകട്ടെ തിരക്കോട് തിരക്കും. അതുകൊണ്ട് തൽക്കാലം നഷ്ടം സഹിച്ച് തൽസ്ഥിതി തുടരാനാണ് കമ്പനിയുടെ തീരുമാനം. പല ഷോറൂമുകളിലും CT100 ബുക്ക് ചെയ്ത് ബൈക്കിനായി കാത്തിരിക്കുകയാണ് ഉപഭോക്താക്കൾ. എന്നാൽ വരും മാസങ്ങളിൽ CT100ന്റെ വില കമ്പനി സാവധാനം ഉയർത്തിയേക്കാം. എന്തായാലും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ബൈക്ക് എന്ന ഖ്യാതി ബജാജ് CT100ന് സ്വന്തം. 3 വകഭേദങ്ങളിലാണ് CT100 വിപണിയിലെത്തുന്നത്. 17 ഇഞ്ച് അലോയ് വീലുകളും ഡ്രം ബ്രേക്കുകളും ബൈക്കിൽ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. അലോയ് വീൽ പുതുമയുണ്ട് CT100ൽ. ഏറ്റവും ഉയർന്ന CT100 വകഭേദം അലോയ് വീലുകളും ഇലക്ട്രിക് സ്റ്റാർട്ടറും അവകാശപ്പെടുന്നു. ഇന്ത്യയിൽ പൾസറുകൾക്ക് പ്രചാരം ലഭിക്കാനുള്ള ചില കാരണങ്ങൾ. വൈവിധ്യമാർന്ന നിരയാണ് ബജാജ് പൾസറിന് പ്രചാരത്തിനുള്ള പ്രധാന കാരണം. നേക്കിഡ് പൾസർ 135 LS മുതൽ പൂർണ്ണ ഫെയർഡ് പൾസർ RS200 വരെ നീളുന്നതാണ് നിലവിലെ പൾസർ നിര. എൻട്രി ലെവൽ ബൈക്ക് ലക്ഷ്യമിട്ട് എത്തുന്നവരെയും പ്രകടനക്ഷമതയേറിയ ഉയർന്ന ബൈക്ക് ലക്ഷ്യമിട്ട് എത്തുന്നവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പൾസർ നിരയ്ക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന് വില കുറഞ്ഞ പെർഫോമൻസ് ബൈക്കാണ് ലക്ഷ്യമെങ്കിൽ പൾസർ 135 LS ഉണ്ട് നിരയിൽ. പൾസർ 150, പൾസർ NS 160, പൾസർ 180 എന്നിങ്ങനെ നീളുന്നതാണ് പൾസറിന്റെ ഇടത്തരം നിര. പ്രകടനക്ഷമത കൂടിയ ബൈക്കാണ് മനസ്സിലെങ്കിൽ പൾസർ 220F, പൾസർ NS 200, പൾസർ RS200 എന്നീ താരങ്ങളുമുണ്ട് ബജാജിന്. നിലവിൽ 7 വകഭേദങ്ങളാണ് ബജാജ് പൾസർ നിരയിലുള്ളത്. ഫീച്ചറുകൾ. എണ്ണിയാൽ ഒടുങ്ങാത്ത ഫീച്ചറുകളും പൾസറുകളുടെ മുഖ്യ ആകർഷണമാണ്. മുൻ ഡിസ്ക് ബ്രേക്ക്, അലോയ് വീലുകൾ, ബാക്ക്ലിറ്റ് സ്വിച്ചുകൾ, എൻജിൻ കിൽ സ്വിച്ച്, ട്യൂബ് രഹിത ടയറുകൾ എന്നിവ പൾസറുകളുടെ പൊതുവിശേഷണങ്ങളിൽ ഉൾപ്പെടും. ഇതിനു പുറമെ ചില മോഡലുകളിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, സെൽഫ് ക്യാൻസലിംഗ് ടേൺ ഇൻഡിക്കേറ്ററുകൾ, ഓയിൽ കൂളിംഗ്, ലിക്വിഡ് കൂളിംഗ് എന്നീ ഫീച്ചറുകളും ബജാജ് ഒരുക്കുന്നുണ്ട്. പണത്തിനൊത്ത മൂല്യം. വിലയാണ് ബജാജ് പൾസറുകളുടെ മറ്റൊരു ആകർഷണം. ഒന്നിനോടൊന്ന് മികച്ചു നിൽക്കുന്ന പൾസർ നിരയിൽ ന്യായമായ പ്രൈസ് ടാഗുകളാണ് ബജാജ് നിശ്ചയിച്ചിട്ടുള്ളത്. പുതുമയാർന്ന ഡിസൈൻ. 2003ലാണ് ആദ്യ പൾസറിനെ ബജാജ് ഇന്ത്യയിൽ അണിനിരത്തിയത്. തുടർന്ന് ഇടവേളകളിൽ പൾസറിന് പുത്തൻ മുഖഭാവം നൽകാൻ ബജാജ് പ്രത്യേകം ശ്രദ്ധിച്ചു. കാലങ്ങളായി വിപണിയിൽ ബജാജ് പൾസറുകൾ കൈയടക്കിയ ആധിപത്യത്തിന് പിന്നിലെ രഹസ്യം ഇതാണ്. പുതിയ നിറങ്ങളും ഡിസൈനിലും പൾസറുകൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.